الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يوم نقول لجهنم هل امتلأت وتقول هل من مزيد وأزلفت الجنة للمتقين غير بعيد هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد. يوم نقول لجهنم هل امتلأت وتقول هل من مزيد. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ സംബന്ധിച്ചു പറഞ്ഞു. വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. സ്വർഗം അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സ്വർഗം അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അസ്ലഫ യുസ്ലിഫു എന്നുള്ള വാക്കിന്റെ അർത്ഥം അത് ഖറബ യുഖർരിബു എന്നുള്ളതാണ്. സുൽഫ എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു പ്രയോഗമാണ്. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. അപ്പൊ അസ്ലഫ എന്ന് പറഞ്ഞാൽ ഐ ഖറബ, അടുപ്പിച്ചു എന്നാണ് അർത്ഥം വരുന്നത്. ഉസ്ലിഫത്തിൽ ജന്നത്തു, സ്വർഗം അടുത്തേക്ക് കൊണ്ടുവരപ്പെട്ടിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാണ് സ്വർഗം സൃഷ്ടിച്ചിട്ടുള്ളത്? ആർക്ക് വേണ്ടിയാണ് അത് അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ്. ആ ഉസ്ലിഫത്ത് എന്ന് പറയുന്നത് ഒന്നുകൂടി ബയാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഗൈറ ബഈദ്, ഒട്ടും വിദൂരമല്ലാത്ത നിലയിൽ. ഗൈറ ബഈദ്, ഒട്ടും വിദൂരമല്ലാത്ത നിലയിലാണ്. അപ്പോ സ്വർഗം എന്ന് പറഞ്ഞാൽ മുത്തഖീങ്ങളായ ആളുകളുടെ മുന്നിൽ സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ്. ആ സ്വർഗത്തിലുള്ള നിഅമത്തുകള്, അല്ലാഹു ഒരുക്കിയിട്ടുള്ള നഈമുകള്, അത് ഓരോന്നോരോന്ന് അവര് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചു. അതില് അല്ലാമത്തു സഅദി റഹിമഹുല്ല പറയുന്നത് ശ്രദ്ധിക്കുക. ഉസ്ലിഫത്തിൽ ജന്നത്തു, ഉസ്ലിഫത്തിൽ ജന്നത്തു ഐ ഖുർരിബത്ത്. ഉസ്ലിഫത്ത് എന്നതിന് അർത്ഥം കൊടുത്തത് ഖുർരിബത്ത്, അടുപ്പിക്കപ്പെട്ടു. ഖറുബ യഖ്റുബു, അടുത്തു. ഖറബ, അടുപ്പിച്ചു. ഖുർരിബ, അടുപ്പിക്കപ്പെട്ടു. ഖുർരിബത്ത് എന്ന് താവു തേനീസ് ചേർക്കാൻ കാരണം ജന്നത്ത് മുഅന്നസ് ആയതുകൊണ്ടാണ്. അപ്പൊ ജന്നത്ത്, സ്വർഗം അടുപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എത്രത്തോളം? ഗൈറ ബഈദ് എന്ന് പറഞ്ഞാൽ ബിഹൈസു തുശാഹദ്, ബിഹൈസു തുശാഹദ്,
ആ സ്വർഗത്തിലുള്ള ഓരോ കാര്യവും സ്വർഗത്തിലുള്ള ആ നഈമുകൾ ഓരോന്നും കാണാവുന്ന വിധത്തിൽ, ഷാഹദ യുഷാഹിദു എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ട് നോക്കി കാണുന്നതിനാണ്, വീക്ഷിക്കുന്നതിനാണ് പറയാ മുഷാഹദത്ത്. സാധാരണ നമ്മളൊരു കാര്യം വാച്ച് ചെയ്യുക എന്ന് പറയുന്നതിന് അറബി പ്രയോഗിക്കുന്ന വാക്കതാണ് ഷാഹദ യുഷാഹിദു. ഇപ്പൊ മുഷാഹദാത്തി ഫി ബരീത്താനിയ, ഞാന് ബ്രിട്ടനിൽ പോയപ്പോ കണ്ട കാഴ്ചകൾ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയാണ് പ്രയോഗിക്കുക. മുഷാഹദാത്ത് എന്നാ പറയാം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ മാസപ്പിറവി കാണുന്നതിന് ഫമൻ ഷഹിദ മിൻകുമു ഷഹർ എന്ന് പറയുന്നുണ്ട്. അത് ഈ മുഷാഹദത്തിലേക്കാ മടങ്ങുക. ആരെങ്കിലും ആ മാസപ്പിറവി കണ്ടാൽ, അയാൾക്ക് വീക്ഷിക്കാൻ സാധിച്ചാൽ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ തുഷാഹദ്, അത് കാണപ്പെടുന്നു, അത് വീക്ഷിക്കപ്പെടുന്നു. ആ നിലയിൽ സ്വർഗം കാണാവുന്ന, വീക്ഷിക്കാവുന്ന രൂപത്തിൽ അത്രയും അടുത്തേക്ക് കൊണ്ടുവന്നു. വയുൻളറു മാ ഫീഹ എന്ന് മാത്രമല്ല, വയുൻളറു മാ ഫീഹ, ആ സ്വർഗത്തിലുള്ള കാര്യങ്ങൾ കാണാവുന്ന തരത്തിൽ. നളറ യൻളുറു, നോക്കി കണ്ടു. ഇവിടെ നോക്കുന്ന ആളുകളെ പറയുന്നില്ല, അതുകൊണ്ട് മജ്ഹൂൽ, അൽ മബ്നിയു ലിൽ മജ്ഹൂൽ, യുൻളർ, നോക്കിക്കാണാവുന്ന രൂപത്തിൽ. എന്താണ് നോക്കിക്കാണുന്നത്? അതിന്റെ നായിബുൽ ഫാഇൽ മാ എന്നുള്ളതാണ്. മാ ഫിഹ, അതിലുള്ളത്, അഥവാ ആ സ്വർഗത്തിലുള്ള നഈമുകൾ ഓരോന്നും നോക്കിക്കാണാവുന്ന, അത് വീക്ഷിക്കാവുന്ന തരത്തിൽ സ്വർഗം വളരെ അടുത്തു കൊണ്ടുവന്നു വെച്ചു. അതിലുള്ളത് മാ ഫിഹ എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന് ഒരു വിശദീകരണം കൊടുക്കുകയാണ്. അതിനുള്ള ഒരു വിശദീകരണം കൊടുത്തു. അത് മിനൻ നഈമിൽ മുഖീം, മിനൻ നഈമിൽ മുഖീം. മിന്ന് ബയാനിനുള്ളതാണ്. മാ എന്ന് പറഞ്ഞിട്ടുള്ള അതിന് ബയാൻ ചെയ്യാണ്. മാ ഫിഹ, മാ ഫിൽ ജന്ന, അതെന്തെല്ലാമാണ്? മിനൻ നഈം അൽ മുഖീം. നഈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലുള്ള സുഖ സൗകര്യങ്ങൾക്കാണ് പറയാ നഈം. മാ യതനഅമു ബിഹിൽ ഇൻസാൻ, മാ യതനഅമു ബിഹിൽ ഇൻസാൻ, അതാണ് നഈം. ഒരു മനുഷ്യന് ആസ്വദിക്കാവുന്ന കാര്യങ്ങൾ, അതിനാണ് നഈം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ള നഅത്ത് അൻ നഈമു അൽ മുഖീം. മുഖീം എന്ന് പറഞ്ഞാൽ സ്ഥിരമായ, നീങ്ങിപ്പോണതല്ല. സ്വർഗത്തിന്റെ പ്രത്യേകത അതാണ്. അത് ഖുലൂദുള്ള സംഗതികളാണ്, ശാശ്വതമായിരിക്കും. അപ്പൊ ഒരിക്കലും നീങ്ങിപ്പോകാത്ത, നിലനിൽക്കുന്ന, മലയാളത്തിൽ നമുക്ക് പറയാവുന്ന വാക്ക് നിലനിൽക്കുന്ന, എന്നുമെന്നും നിലനിൽക്കുന്ന നിഅമത്തുകൾ. അതുപോലെ തന്നെ വൽ ഹബറത്തി വസ്സുറൂരി മിനൻ നഈമിൽ മുഖീം വൽ ഹബറത്തി വസ്സുറൂർ. ആ നഈമിലേക്ക് അത്ഫ് ചെയ്തിട്ട് വൽ ഹബറത്ത്, ഹബറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷം, ബഹജത്ത്. ഒരാൾക്ക് ആഹ്ലാദം ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്കാണ്, സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്കാണ് ഹബറത്ത് എന്ന് പറയുന്നത്. ഹുബൂർ എന്ന് പറയും സന്തോഷം എന്നുള്ളതിന്. ഹുബൂർ, അൽ ഹാഉ വൽ ബാഉ വറാഉ, ഹുബൂർ. ഹബറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷദായകമായ കാര്യങ്ങൾ. വസ്സുറൂർ, അതുപോലെ തന്നെ സന്തോഷം നൽകുന്ന, ആഹ്ലാദം നൽകുന്ന കാര്യങ്ങൾ. അതൊക്കെ മാ ഫീഹ, മാ ഫിൽ ജന്ന, മാ ഫീഹ എന്ന് പറഞ്ഞതിനുള്ള ബയാനാണ്. അത് മിനൻ നഈമിൽ മുഖീം വൽ ഹബറത്തി വസ്സുറൂർ. വഇന്നമാ ഉസ്ലിഫത് വഖുർരിബത്, വഇന്നമാ ഉസ്ലിഫത്, അത് അടുപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നമ എന്ന് പറയുന്നത് ഹസ്ർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്നമന്റെ ഹസ്ർ വരിക അതിന് ശേഷം വന്നതിനല്ല, അതിന്റെ ശേഷം വരുന്നതിനാണ്. താലിയുടെ താലി എന്നാ പറയാ, ശേഷമുള്ളതിന്റെ ശേഷമുള്ളത്, നെക്സ്റ്റ് ടു നെക്സ്റ്റ്. അപ്പൊ ഉസ്ലിഫത്ത്, അത് അടുപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് വഖുർരിബത്ത്, പദം പരിചയമില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു പര്യായം കൂടി കൊടുത്തു. വഖുർരിബത്ത്, അത് അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ലി അജ്ലിൽ മുത്തഖീന ലിറബ്ബിഹിം, ആർക്ക് വേണ്ടിയിട്ടാണ്? ലി അജ്ലി, അവർക്ക് വേണ്ടിയിട്ടാണ്, മുത്തഖീങ്ങൾക്ക് വേണ്ടി. ലി അജ്ലി എന്ന് പറഞ്ഞാൽ ഫോർ ദ സേക്ക് ഓഫ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന അതാണ് ലി അജ്ലി. ആരുടെ പേരിൽ? ആർക്ക് വേണ്ടി? അൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ്.
ആരാ തഖ്വയോടുകൂടി ജീവിക്കുന്ന റബ്ബിഹിം, അവരുടെ റബ്ബിനോട്, തങ്ങളുടെ റബ്ബിനോട് തഖ്വ പുലർത്തി ജീവിച്ച ആളുകളില്ലേ, അവർക്ക് വേണ്ടിയാണ് അത് തഖ്രീബ് ചെയ്തിട്ടുള്ളത്. അതിനെ ഉസ്ലിഫത്ത്, അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തഖ്വ എന്ന് പറഞ്ഞാൽ അതിന് പല രൂപത്തിൽ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും രസകരമായ വിശദീകരണം എന്താന്ന് വെച്ചാൽ, ഒന്ന്, എല്ലാ തരത്തിലുള്ള ഷിർക്കുകളിൽ നിന്നും, ഷിർക്ക് കുഫർ അത് വൻ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന തരത്തിലുള്ള കൊടിയ ഷിർക്ക്, കൊടിയ കുഫർ പോലുള്ളതാകട്ടെ, മതത്തിൽ നിന്ന് പുറത്തു പോകാത്ത എന്നാൽ അള്ളാഹ് പൊറുക്കാത്ത ചെറിയ ഷിർക്ക്, ചെറിയ കുഫർ പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ബിദ്അത്തുകൾ. ബിദ്അത്ത് ഹവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഫസ്സിഖത്താണ്. മുഫസ്സിഖത്തായിട്ടുള്ള വലിയ തരം ബിദ്അത്തുകൾ, വലിയ തരം ഹവകൾ, അതിൽ നിന്ന് ചെറിയ തരം ബിദ്അത്തുകൾ, ചെറിയ തരം ഹവകൾ. പിന്നെ അത് മാത്രമല്ല അശ്ശഹവാത്തു വൽ മആസി, അതുപോലെ മാസിയത്തുകൾ, ഷഹവാത്തുകൾ, മനുഷ്യൻ അവന്റെ ദേഹേച്ഛയ്ക്ക് വഴങ്ങി ചെയ്യുന്ന ധിക്കാരങ്ങൾ, തെറ്റായ കാര്യങ്ങൾ, ഇവയിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്ന അവസ്ഥയാണ്. അതെല്ലാം സൂക്ഷിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയാം. അങ്ങനെ ഒരു വിശദീകരണം അതിനുണ്ട്. അതാണ് ഉലൂമുൽ ഹദീസൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അതിൽ നൽകുന്ന വിശദീകരണം അങ്ങനെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള എല്ലാ കൽപ്പനകളും പാലിക്കുകയും അവൻ വിലക്കിയിട്ടുള്ള എല്ലാ വിലക്കുകളെയും മാനിക്കുകയും അതിലേക്ക് ഒരിക്കലും ആ തിന്മകളിലേക്ക് അടുത്തു പോകാതെ അതിൽ നിന്ന് മാറി നിൽക്കുകയും എല്ലാവിധ നന്മകളും അത് അല്ലാഹ് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളും അനുഷ്ഠിക്കുകയും ചെയ്യുന്നത്, അതിനാണ് സാധാരണ തഖ്വ എന്ന് ചില ആളുകൾ അങ്ങനെ വിശദീകരിക്കാറുണ്ട്. പിന്നെ തൽഖ് ബിൻ ഹബീബിനെ പോലുള്ള ആൾക്കാർ തഅമല ബി ത്വാഅത്തില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് തർജു സവാബല്ലാഹ് വഅൻ തത്രുക മഅസിയത്തല്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് തഖ്ശഅ ഇഖാബല്ലാഹ്. അല്ലാഹുള്ള താഅത്തുകൾ ചെയ്യലാണ്, അല്ലാഹുക്ക് അനുസരണമാകുന്ന കാര്യങ്ങൾ ചെയ്യണം. അത് അലാ നൂരിൻ മിനല്ലാഹ്, അല്ലാഹു കൽപ്പിച്ച അവന്റെ വെളിച്ച നിർദ്ദേശം അനുസരിച്ചാവണം. അത് തർജു സവാബല്ലാഹ്, അവന്റെ പ്രതിഫലം കാക്ഷിച്ചു കൊണ്ടുമായിരിക്കണം, വേറെ ലക്ഷ്യത്തിന് വേണ്ടി ആകരുത്. വഅൻ തത്രുക മഅസിയത്തല്ലാഹ്, അല്ലാഹു അവനെ ധിക്കരിക്കുന്ന, അള്ളാഹുവിന് ധിക്കാരമായി തീരുന്ന കാര്യങ്ങൾ വർജിക്കലാണ്. അത് എങ്ങനെയെങ്കിലും വർജിച്ചാൽ പോരാ, തിന്മകൾ വർജിക്കേണ്ട രൂപം എങ്ങനെയാണ് അത് വിശദീകരിച്ചിട്ടുണ്ട്. ആലാനൂരിൻ മിനല്ലാഹ്, അള്ളാഹ് ഇറക്കിയിട്ടുള്ള വെളിച്ചനുസരിച്ച് അവന്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കണം. അത് തഖ്ശഅ ഇഖാബല്ലാഹ്, അവന്റെ ശിക്ഷ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം, വേറെ കാര്യങ്ങൾക്ക് ആവരുത്. ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ തഖ്വ ഇതെല്ലാം ഒരേ കാര്യം തന്നെയാണ്. വിവിധ രൂപത്തിലുള്ള തഅബീറുകൾ, വ്യത്യസ്ത രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളത് ആലോചിച്ച് നോക്കിയാൽ ഈ നിർവചനങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. ഇങ്ങനെ അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ആളുകൾ, അവർക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗം സൃഷ്ടിച്ചിട്ടുള്ളത്. ആ സ്വർഗം അവിടത്തേക്ക് അടുപ്പിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. ഖുർരിബത്ത് വ ഉസ്രിഫത്ത് ലി അജ്ലിൽ മുത്തഖീന ലി റബ്ബിഹിം അത്താരികീന ലിശ്ശിർക്ക്. ആ മുത്തഖീങ്ങളെ ഒന്ന് വിശേഷിപ്പിക്കുകയാണ് അല്ലാമത്തു സഅദി. മുത്തഖീങ്ങളായ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അത്താരികീന ലിശ്ശിർക്ക്, ഷിർക്ക് വർജിക്കുന്നവരാണ്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ സഗീരിഹി വ കബീരിഹി, കബീരി ഷിർക്ക് വ സഗീരി ഷിർക്ക്, ഷിർക്കിൽപ്പെട്ടിട്ടുള്ള ചെറുത്, ഷിർക്കിൽപ്പെട്ടിട്ടുള്ള വലുത്, കൊടിയ ഷിർക്കും ചെറിയ ഷിർക്കും, മേജർ മൈനർ എന്ന് നമ്മൾ പറയുന്നത്, എല്ലാ തരം ഷിർക്കുകളും ഉപേക്ഷിക്കുന്നവരാണവർ. കൊടിയ ഷിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മുർത്തദ്ദായി പോകും, ദീനിൽ നിന്ന് തന്നെ പുറത്തു പോയി പോകും. പരലോകത്തവൻ ശാശ്വതമായി നരകത്തിൽ കഴിച്ചു കൂട്ടേണ്ടി വരും ആ ഷിർക്കിലാണ് മരിച്ചു പോയതെങ്കിൽ. ചെറിയ ഷിർക്ക് എന്ന് പറയുമ്പോഴുള്ള വ്യത്യാസം, ദീനിൽ നിന്ന് അയാൾ പുറത്തു പോവുകയോ പരലോകത്ത് ശാശ്വതമായി നരകത്തിൽ അയാൾ കഴിച്ചു കൂട്ടേണ്ടി വരികയോ ചെയ്യൂല. മറിച്ച് അതിൽ നിന്ന് ശരിയായ രൂപത്തിൽ തൗബ ചെയ്ത് അള്ളാഹ് തൗബ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അതിന് അയാൾ ശിക്ഷ വാങ്ങിയേ പറ്റൂ. ഇന്നല്ലാഹ ലാ യഗ്ഫിർ അൻ യുശ്റക ബിഹി വയഗ്ഫിർ മാ ദൂന ദാലിക ലിമൻ യശാ.
അള്ളാഹു ശിർക്ക് പൊറുക്കൂല എന്ന് പറഞ്ഞതിൽ ഈ രണ്ടും ഉൾപ്പെടും. ഇതാണ് മുഹഖിഖുകളുടെ ഖൗല്. സഗീരിഹി വ കബീരിഹി രണ്ടും ഒരുപോലെ ഉൾപ്പെടും. അതല്ല പൊറുക്കൂല എന്ന് പറഞ്ഞാൽ പരലോകത്ത് വെച്ചിട്ട് മനുഷ്യർ ചെയ്തിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. അങ്ങനെ പുറത്തു കൊടുക്കാത്ത ശിർക്ക് അഥവാ മരിച്ചു പോകുമ്പോൾ ഈ ശിർക്ക് അയാളുടെ ഇതിലുണ്ട്, മരണത്തിന് മുമ്പ് അയാൾ തൗബ ചെയ്യുകയും ആ തൗബ സ്വീകാര്യയോഗ്യമായി തീരുകയും ചെയ്തിട്ടില്ല എങ്കിൽ, വലിയ ശിർക്കാണെങ്കിൽ അയാൾ കാഫിർ മുർത്തദ്, അയാൾ ഖാലിദുൻ ഫിന്നാർ ഇലാ അബദിൽ ആബിദീൻ. അയാൾ ഇവിടെ ഈ ദുന്യാവിൽ കാഫിറാണ്, പരലോകത്തിൽ അയാൾ ശാശ്വതമായ നരകത്തിലാണ്. ഇനി അയാൾ തൗബ സ്വീകാര്യയോഗ്യമായ രൂപത്തിലുള്ള തൗബ ചെയ്യാതെ ചെറിയ ശിർക്ക് ചെയ്താണ് മരിച്ചു പോയതെങ്കിൽ ഇവിടെ അയാളെ നമ്മൾ കാഫിർ മുശ്രിക്ക് എന്ന് പറയാൻ പറ്റൂല. പക്ഷെ അയാൾ ശിർക്ക് ചെയ്തിട്ടുണ്ട്, ചെറിയ ശിർക്കാണ്. ആള് മതത്തിൽ നിന്ന് പുറത്തു പോയി എന്ന് പറയില്ല. അത് ലാ യഖ്റുഹു മിനൽ മില്ല, ഈ ദീനിൽ നിന്ന് അയാളെ പുറത്താക്കുന്നതല്ല, മുർത്തദാകുന്നതല്ല. പക്ഷേ പരലോകത്ത് അയാൾ നരകത്തിൽ ശാശ്വതമാകാനും പോകുന്നില്ല. ശിർക്ക് എന്ന ഇനത്തിൽപ്പെട്ടതുകൊണ്ട് അതിനുള്ള ശിക്ഷ അയാൾ ഏറ്റുവാങ്ങിയേ പറ്റൂ. അത് അല്ലാഹു പൊറുക്കില്ല എന്ന് പറഞ്ഞ ഗണത്തിൽ അതും ഉൾപ്പെടും എന്നർത്ഥം. വൽ മുംതസിലീന ലി അവാമിരി റബ്ബിഹിം, അവര് ശിർക്ക് എല്ലാത്തരം ശിർക്കുകളും ഉപേക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, വൽ മുംതസിലീൻ, ഇംതിസാൽ എന്ന് പറഞ്ഞാൽ അനുസരിക്കുക, ഇംതസല എന്ന് പറഞ്ഞാൽ അനുസരിക്കാം. ഒരു കാര്യം അനുസരിക്കുന്നതിനാണ് പറയാ. ഇംതസല ബി അവാമിരില്ല, അള്ളാന്റെ കൽപ്പനകൾ അനുസരിക്കുക. ലി അവാമിരില്ല, അവരനുസരിക്കുന്നവരാണ്. ലി അവാമിരി റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ കൽപ്പനകൾക്ക്. അമ്ര അവാമിർ, കൽപ്പനകൾ. അവരാണ് മുത്തഖീങ്ങൾ. അപ്പൊ ഒരാളെ മുത്തഖിയാണ് എന്ന് പറയണമെങ്കിൽ അയാൾ എന്തായിരിക്കണം? അത്താരിഖുൽ ശിർക്ക് സഗീരിഹി വ കബീരിഹി വൽ മുംതസിലു ലി അവാമിരി റബ്ബിഹി, തന്റെ റബ്ബ് അവനോട് പറഞ്ഞിട്ടുള്ള കൽപ്പനകൾ അനുസരിക്കുന്നവനാകണം. അൽ മുൻഖാദീന ലഹു, അവര് അള്ളാഹുവിന് വഴിപ്പെട്ടവരായിരിക്കണം. ഇൻഖാദ യൻഖാദു, വഴങ്ങ. ഖാദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയിച്ചു എന്നൊക്കെയാണ്. വണ്ടി ഡ്രൈവ് ചെയ്യണീനൊക്കെ ഉപയോഗിക്കുന്നൊരു വാക്ക് തന്നെയാണ് ഖാദ, ഖിയാദ. ജനങ്ങളെ നയിക്കുന്ന ആൾക്കാരാകുമ്പോ ഖിയാദ, നേതൃത്വം എന്ന് പറയും. ഖായിദ് എന്ന് പറയും, സൈനിക നേതാവിന് ഖായിദ് എന്ന് പറയും. ആ നേതൃത്വം എന്ന അർത്ഥത്തിലാണ് ഖിയാദ എന്ന് പറയുന്നത്. ഖാദത്ത് എന്ന് പറയും അറബിയിൽ. നേതാക്കന്മാര്, ഖായിദ് എന്നതിന്റെ ബഹുജനമാണ് ഖാദത്ത്. അതിന്റെ ഖാദ എന്ന് പറഞ്ഞാൽ നയിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ, ഇൻഖാദ എന്ന് പറഞ്ഞാൽ സ്വയം അതിന് വഴങ്ങി കൊടുക്കുക, കീഴ്പ്പെട്ടു കൊടുക്കുക, താഴ്മ കാണിക്കുക എന്നൊക്കെയാണ് അപ്പം അർത്ഥം വരിക. അവര് മുൻഖാദീൻ, താഴ്മ കാണിക്കുന്നവരാണ്, കീഴ്പ്പെടുന്നവരാണ്, വഴങ്ങുന്നവരാണ്. ആർക്ക്? ലഹു ഐ ലി റബ്ബിഹിം, അവരുടെ റബ്ബിന്. അപ്പോ അള്ളാഹുവിന് താഴ്മ കാണിച്ച് വഴങ്ങിക്കൊടുക്കുന്നവരാണ്, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരാണ്, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാതരം ശിർക്ക് കുഫറുകളും വർജിക്കുന്നവരാണ്. അതൊക്കെയാണ് ഒരാൾ മുത്തഖിയാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയുള്ള മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ളതാകുന്നു സ്വർഗം. ആ സ്വർഗം അവരുടെ മുമ്പാകെ അടുപ്പിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അവർക്ക് കണ്ണുകൊണ്ട് നോക്കി വീക്ഷിക്കാവുന്ന തരത്തിൽ അടുത്തേക്ക് കൊണ്ടുവന്നു വെച്ചിരിക്കുന്നു. ഗൈറ ബഈദ്, ഒട്ടും വിദൂരമല്ലാതെ എന്നുകൂടി അതിന്റെ ശേഷം വയുഖാലു ലഹും, എന്നിട്ട് അവരോട് പറയപ്പെടും. യുഖാലു ലഹും, അവരോട് പറയപ്പെടും. അലാ വജ്ഹി തഹ്നിയ, പറയുന്നത് ഏത് രൂപത്തിലാണ്? അലാ വജ്ഹ്, ഈ മാർഗത്തിൽ അഥവാ ഈ രൂപത്തിൽ. ഏത് രൂപത്തിലാണ്? വജ്ഹു തഹ്നിയ, അനുമോദനം അറിയിക്കുന്ന, അവരെ ആശംസ അറിയിക്കുന്ന രൂപത്തിൽ അവരോട് പറയും. നിങ്ങൾ അനുമോദിച്ചുകൊള്ളുക, നിങ്ങൾക്കുള്ള അനുമോദനം അറിയിക്കട്ടെ എന്നുള്ള നിലക്കാണ് പറയുന്നത്. ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്, ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്. കാണുന്നില്ലേ ഈ സ്വർഗം? അതിലുള്ള നഈമുകൾ നിങ്ങൾ കാണുന്നില്ലേ? അതിലുള്ള ഹബറത്ത് നിങ്ങൾ കാണുന്നില്ലേ?
അത് എത്രത്തോളം സുറൂറ് സന്തോഷദായകമാണ് എന്ന് നിങ്ങൾ കാണുന്നില്ലേ? ഈ സ്വർഗം അത് മുഖീമാണ്, നിലനിൽക്കുന്നതാണ്, ഒരിക്കലും ഇല്ലാതായി പോവില്ല, എന്നും നിലനിൽക്കുന്ന ശാശ്വതമായ സ്വർഗമാണ്. ഈ സ്വർഗമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത് എന്ന അനുമോദനം, എന്ന് നിങ്ങൾ അനുമോദിക്കുകയാണ്, എന്ന സന്തോഷം നിങ്ങൾ അറിയിക്കുകയാണ്. ഒരു കാര്യം, സന്തോഷകരമായ ഒരു കാര്യം അറിയിച്ചുകൊണ്ട് ഒരാളെ ആശംസിക്കുന്നതിനാണ് നമ്മൾ അനുമോദിക്കുക എന്ന് പറയുന്നത്. അതിനാണ് അറബിയിൽ തെഹനിയത്ത് എന്ന് പറയാം. തെഹനിയത്ത് മലയാളത്തിൽ അതിനോട് അടുത്ത് നിൽക്കുന്നത് അനുമോദനം എന്നാണ്. അപ്പൊ ഒരു അനുമോദനത്തിന്റെ വാക്ക് എന്ന രൂപത്തിൽ അവരോട് പറയും, ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്. ഹാദാ, ഇതാണ്, ഐ മാ തുശാഹിദൂനഹു, ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്വർഗം ഇതാണ്. മാ തുഅദൂൻ, വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ആർക്ക്? ലികുല്ലി അവ്വാബിൻ ഹഫീദ്, എല്ലാ അവ്വാബുകൾക്കും എല്ലാ ഹഫീദുകൾക്കും. അവ്വാബുൻ ഹഫീദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവ്വാബ് എന്നുള്ളത് ഖുർആനിലെ ഒരു പ്രത്യേക പ്രയോഗമാണ്. ഇന്നഹു അവ്വാബ്, അയ്യൂബ് നബിയെ കുറിച്ച് പറഞ്ഞോടത്ത് പറഞ്ഞിട്ടുണ്ട്, ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞോടത്ത് പറഞ്ഞിട്ടുണ്ട്. ആബ, താബ, സാബ എന്നൊക്കെ പറഞ്ഞ ഒരേ ഏതാണ്ട് മഅാനി മുത്തഖാരിബ, അടുത്തടുത്ത് നിൽക്കുന്ന വാക്കാണ്. അങ്ങനെ ഭാഷയിൽ ചില പ്രത്യേക പാറ്റേണുകളുണ്ട്. അത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കിയാൽ വളരെ രസകരമായി ഭാഷ പഠിക്കാൻ സുഖമാണ്. ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു പ്രത്യേക വസനിൽ വന്നാൽ അതിൽ ആദ്യത്തെ അക്ഷരവും രണ്ടാമത്തെ അക്ഷരവും ഒരേമാതിരി വന്നാൽ, ചിലപ്പോൾ ആദ്യ അക്ഷരം മാത്രമേ മാറുള്ളൂ, ബാക്കിയുള്ളത് ഒരേമാതിരി വന്നാൽ ഏറെക്കുറെ ഒരേ അടുത്തായിരിക്കും. ചിലപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും അക്ഷരങ്ങൾ ഒരേമാതിരി വരും, ലാസ്റ്റ് ലെറ്റർ മാത്രമായിരിക്കും വ്യത്യാസപ്പെടുക. അപ്പൊ അർത്ഥം വേറെ രൂപത്തിലാണ് പോവുക. അങ്ങനെ ചില പാറ്റേൺസ് ഒക്കെ ഉണ്ട് അറബിയിൽ. അതിൽപ്പെട്ടതാണ് താബ, താബ, ആബ എന്നൊക്കെ പറയുന്നത്. ഇത് ആബയിൽ നിന്നുള്ള ഫആല് വസനാണ്, അതിന്റെ മുബാലഗയെ സൂചിപ്പിക്കുന്ന വസനാണ്. ഫആൽ എന്ന് പറയുന്നത് മുബാലഗയെ സൂചിപ്പിക്കുന്നു. മുബാലഗ എന്ന് പറഞ്ഞാൽ അതിശയോക്തി, അത്യുക്തി, ഒരു കാര്യം കൂടുതൽ. ഇപ്പൊ ഫഅല ചെയ്തു, ഫാഇലുൻ ചെയ്യുന്നവൻ, അത്രയേ ഉള്ളൂ. അജക്റ്റീവാണ്, സാധാരണ ഒരു പ്രയോഗമാണ്. ഫആൽ എന്ന് പറഞ്ഞാൽ ആ കാര്യം കൃത്യമായി കണിശമായി ശരിക്കും ചെയ്യുന്ന ആള്. ഇന്ന റബ്ബക ഫആലുൻ ലിമാ യുരീദ്. അള്ളാഹിനെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹ് ഫആലാണ്, ചെയ്യ മാത്രല്ല ഫആലാണ്. ലിമാ യുരീദ്, എന്തവൻ ചെയ്തിരിക്കും? കൃത്യമായി ചെയ്തിരിക്കും, കണിശമായി ചെയ്തിരിക്കും. ലിമാ യുരീദ്, അവൻ എന്താണോ ഉദ്ദേശിച്ചത്, അവന്റെ ഇച്ഛ എന്താണോ, അവന്റെ ഹിതം എന്താണോ, അത് കൃത്യമായി ചെയ്യുന്നവനാണ് അവൻ. അപ്പൊ ആ മുബാലഗ അത് സൂചിപ്പിക്കാനാണ് ഫആല് വസ്ന് വരുന്നത്. അപ്പൊ ആബ എന്ന് പറഞ്ഞാൽ മടങ്ങി, അത് തന്നെ വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മള് സാധാരണ തവ്വാബ് എന്ന് പറയും, തായിബ് തവ്വാബ് എന്ന് പറയും. പിന്നെ അതേമാതിരി നമ്മൾ പറയും മുനീബ് എന്ന് പറയും, പിന്നെ പറയും അവ്വാബ് എന്ന് പറയും. ഇതൊക്കെ ഖുർആനില് നല്ല തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിൽ നിന്ന് മടങ്ങി വരുന്ന ആളുകളെ സംബന്ധിച്ച് വിശേഷിപ്പിക്കുന്ന നല്ല വാക്കുകളാണ്. ഒക്കെ മുത്തറാദിഫ് എന്ന് പറയും, പര്യായം എന്ന് പറയും. പക്ഷെ അറബിയിൽ പ്രത്യേകിച്ച് ഖുർആനിൽ അങ്ങനെ കൃത്യമായ മുത്തറാദിഫുകളെ ഇല്ല എന്നുള്ളതാണ്. ഒന്നൊന്നിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരർത്ഥ വ്യത്യാസം ഇല്ലാതെ രണ്ടും ഒരേ അർത്ഥത്തിൽ വരുന്ന പദം ഖുർആനിൽ ഇല്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ പറയുന്ന മുത്തറാദിഫ് എന്ന് പറഞ്ഞാൽ ഐ മുത്തഖാരിബത്തുൽ മആനി, അവയുടെ ആശയങ്ങൾ അടുത്തടുത്ത് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. സൂക്ഷ്മമായ ഫുറൂഖാത്ത് ദഖീഖ, സൂക്ഷ്മമായി നമ്മൾ നോക്കിയാൽ കുറച്ച് വ്യത്യാസങ്ങൾ അവയ്ക്കിടയിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ തവ്വാബും അവ്വാബും മുനീബും ഒക്കെ തമ്മിൽ എന്താ വ്യത്യാസം? തവ്വാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ താൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മടങ്ങുന്നവനാണ്. അത് ഖശ്യത്തല്ലാഹ്, അള്ളാഹനെ ഭയപ്പെട്ടിട്ട് മടങ്ങുന്നവനാണ് സാധാരണ തവ്വാബ് അറബിയിൽ അല്ലെങ്കിൽ ഖുർആനിൽ പ്രയോഗിച്ച് കാണാം. മുനീബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ മുനീബ് എന്ന് പറഞ്ഞാൽ
ഒരാൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യാതെ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അയാൾ മടങ്ങുന്നത് മുനീബ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹ് കാണുമല്ലോ, അള്ളാഹ് അത് മനസ്സിലാക്കുമല്ലോ എന്നതുകൊണ്ട് അതിലുള്ള ഒരു ഹജല്, അള്ളാഹിനോടുള്ള ഹയാവ് കൊണ്ട് അത് വിട്ടൊഴിവാക്കി പോരുന്നവനാണ്. തവ്വാബിനെക്കാളും കുറച്ചും കൂടിയും കുലീനം അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടിയ ഒരു ഗ്രേഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഏതിനെ കുറിച്ച്, മുനീബിനെ കുറിച്ച്. അവ്വാബ് എന്ന് പറഞ്ഞാൽ അതിൽക്കും മീതെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അളമത്തും ജലാലത്തും ബോധ്യപ്പെട്ടത് കൊണ്ട് ആ വഴിക്കേ പോകാതെ അതിൽ നിന്ന് തിരിച്ചു പോരുന്ന ആളാണ്. തെറ്റ് ചെയ്യൂല എന്ന് അതിനൊന്നും അർത്ഥമല്ല. മനുഷ്യരാരാണെങ്കിലും അവരിൽ തെറ്റ് സംഭവിക്കാം. പക്ഷെ അത് തെറ്റാണ് എന്ന് കണ്ടാൽ ആ തെറ്റിൽ നിന്ന് മടങ്ങിപ്പോരുമ്പോഴുള്ള വികാരം, അതിന്റെ ചേതോ വികാരം, അത് ഹഷിയത്തുള്ള ആണെങ്കിൽ അയാളെ തവ്വാബ് എന്ന് പറയും. അള്ളാഹിനോടുള്ള ഹയാവും ഹജലുമാണെങ്കിൽ അയാളെ മുനീബ് എന്ന് പറയും. അള്ളാഹിന്റെ അളമത്തും ജലാലത്തും മനസ്സിലാക്കി പേടിച്ചുകൊണ്ടാണെങ്കിൽ അതിന് അവ്വാബ് എന്ന് പറയും. അപ്പൊ തമ്മിൽ വ്യത്യാസമുണ്ട്. ഒക്കെ മടക്കം തന്നെയാണ്. തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ ആ തെറ്റിൽ നിന്ന് മടങ്ങുന്നു, അല്ലെങ്കിൽ തെറ്റ് ചെയ്യാതെ തന്നെ ആ തെറ്റ് കാണുമ്പോൾ അതിൽ നിന്ന് മടങ്ങുന്നു. രണ്ടും തൗബ തന്നെയാണ്. അതിൽ പ്രവേശിക്കാതെ അതിൽ നിന്ന് തിരിച്ചു പോരുന്നതിനാണ്. ചിലർ അതിൽ ചെയ്തിട്ട് മടങ്ങും. ചില അവസ്ഥകളിൽ അങ്ങനെയാണ്. മനുഷ്യൻ അങ്ങനെ ഉണ്ടല്ലോ. അത് മനുഷ്യന് പറഞ്ഞതാണ് തെറ്റ് ചെയ്യാന്നുള്ളത് മനുഷ്യന് പറഞ്ഞൊരു കാര്യമാണ്. കുല്ലു ബനി ആദമ ഖത്ത. ആദമിന്റെ മക്കളിൽ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല. പിന്നെ നല്ലോരാരാന്ന് ചോദിച്ചാൽ ഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ അതിൽ ഉത്തമരെന്ന് പറഞ്ഞാൽ അവർ തൗബ ചെയ്യുന്ന ആൾക്കാരാണ്, അതിൽ നിന്ന് മടങ്ങുന്നവരാണ്. മറ്റൊരു മടങ്ങാതെ അതിൽ തന്നെ മൂടുറച്ചു പോകുന്ന, അതിൽ നിരതരായി അതിൽ തന്നെ മൂടുറച്ച് അതിൽ തന്നെ അവസാനിക്കുന്ന ആൾക്കാർ, അവരാണ് മോശക്കാര്. തൗബ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തായിബു മിനൽ ദംബി കമല്ലാ ദംബ ലഹു. ഒരു പാപം ചെയ്തു, അത് തെറ്റാണ്, അയാൾക്കത് വൈദാ ഫഅലു ഫാഹിശത്തൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്. മുഅ്മിനീങ്ങളുടെ പ്രത്യേകത അതാണ്. ഇദാ ഫഅലു ഫാഹിശത്തൻ, ഒരു നീചവൃത്തി ചെയ്തു, ഔ ളലമു അൻഫുസഹും, അല്ലെങ്കിൽ സ്വന്തത്തോട് വല്ല ദുൽമും കാണിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു അവിശ്വാസിയായ മനുഷ്യനാണെങ്കിൽ, നന്ദി കെട്ടവനാണെങ്കിൽ, അവൻ അതൊരു അലങ്കാരമായി അങ്ങനെ അതിലങ്ങോട്ട് മുന്നോട്ട് പോകും. ഇതാണ് ഒരു അവിശ്വാസിയുടെ സ്വഭാവം. സുയ്യിന ലഹും സൂഉ അമലി. അവരുടെ തെറ്റായ പ്രവർത്തനങ്ങൾ, നീചവൃത്തികൾ, അത് അലങ്കാരമായിട്ട് അവർക്ക് തോന്നിപ്പിക്കപ്പെടും. പിശാച് അവർക്ക് സയ്യന ലഹും ശൈത്വാനു അഅ്മാലഹും വസദ്ദഹും. അവർ ചെയ്ത ഈ തെറ്റായ പ്രവർത്തനങ്ങളെ ഒരു ഭംഗിയായിട്ട്, അലങ്കാരമായിട്ട് പിശാച് അവർക്ക് തോന്നിച്ചു കൊടുക്കും. അവരെ നല്ല വഴിയിലേക്ക് വരാൻ അവൻ സമ്മതിക്കൂല, അവൻ തടഞ്ഞു വെക്കും. എന്നാൽ വിശ്വാസമുള്ള ആളുകൾ യഹിസുൽ ഈമാനു ഫീ ഖൽബി, അവന്റെ ഹൃദയത്തിലുള്ള ഈമാൻ മനസ്സിൽ അപ്പ കൊടുക്കൊരു കുത്ത്. നമ്മൾ പറയും മനസാക്ഷി കുത്ത് എന്ന് പറയും. ആ കുത്ത് വന്നു കഴിഞ്ഞാൽ ദക്കറുല്ലാഹ് വസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവർ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കും. ചെയ്തു പോയ തെറ്റ്, അതിൽ നിന്ന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. അതിൽ നിന്ന് അവർ വേഗത്തിൽ തിരിച്ചു പോരും. ആ തിരിച്ചു പോരുമ്പോ 2-3 രൂപത്തിലാകാം. ഒന്നുകിൽ ഖൗഫൻ മിനല്ലാഹ്, അല്ലെങ്കിൽ ഹയാഅൻ വഖജലൻ മിനല്ലാഹ്, അല്ലെങ്കിൽ തഅദീമൻ വജലാലത്തും, അള്ളാഹിന്റെ ഇസ്തിശ്ആറൻ ലിജലാലിഹി വഅളമതിഹി, അള്ളാഹിന്റെ ജലാലത്തും അള്ളാഹിന്റെ അളമത്തും ഇസ്തിശ്ആർ ചെയ്തിട്ട് അതിന്റെ ബോധ്യത്തിൽ മടങ്ങിപ്പോരും. അതിനനുസരിച്ചിട്ട് അവരുടെ ഗ്രേഡ് മാറിക്കൊണ്ടിരിക്കും. ഇമ്മാ യകൂന തായിബൻ തവ്വാബ, ഒന്നുകിൽ തായിബായിരിക്കും, അല്ലെങ്കിൽ മുനീബായിരിക്കും, അല്ലെങ്കിൽ അവ്വാബായിരിക്കും. ഇത് ഒരുക്കി വെച്ചിട്ടുള്ളത്, ഈ സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത് അവ്വാബീങ്ങൾക്ക് വേണ്ടിയാണ്. എന്ന് മാത്രമല്ല ഹഫീദിന് വേണ്ടിയിട്ടാണ്. ഹഫീദ് എന്ന് പറഞ്ഞാൽ അല്ലദി യഹ്ഫദ് അല്ലദി യുഹാഫിദ് അലാ മാ അമറല്ലാഹു ബിഹി, അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള, അള്ളാഹു വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്ന ആളുകൾക്കാണ് ഹഫീദ് എന്ന് പറയാം. അതിന് സാദി കൊടുത്തുള്ള തഫ്സീർ നിങ്ങൾ നോക്കി. ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്, പാപത്തിൽ നിന്ന് മടങ്ങിപ്പോരുന്ന
അള്ളാഹുവിന്റെ കൽപ്പനാ വിലക്കുകളെ കൃത്യം പാലിക്കുന്ന ആളുകൾക്ക് വേണ്ടി, അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഈ സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. ഐ ഹാദിഹിൽ ജന്നത്തു വമാ ഫീഹാ. ഇത് എന്ന് പറഞ്ഞാൽ, ഹാദ എന്ന് പറഞ്ഞാൽ ഹാദിഹിൽ ജന്നത്തു വമാ ഫീഹാ, ഈ സ്വർഗവും ആ സ്വർഗത്തിലുള്ള മുഴുവൻ നഈമുകളും. അതിലുള്ളത് എന്ന് പറഞ്ഞാൽ മിമ്മാ തശ്തഹീഹിൽ അൻഫുസ്, നമ്മുടെ നഫ്സ്, മനുഷ്യരുടെ നഫ്സുകൾ ആഗ്രഹിച്ചു പോകുന്ന, കൊതിച്ചു പോകുന്ന കാര്യങ്ങളാണ് അതിലുള്ളത്. സ്വർഗത്തിലുള്ളത് വർണ്ണിച്ചാലും വർണ്ണിച്ചാലും അവസാനിക്കാത്തതാണ് സ്വർഗം. ഇഷ്തഹ യഷ്തഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊതിക്കുക, ഷഹ്വത്ത് എന്ന് പറയും. നമ്മുടെ മനസ്സിന്റെ കൊതിക്ക്, ആഗ്രഹത്തിന്, ചിലപ്പോ അപ്പറ്റൈറ്റ് എന്നുള്ളതിന്, വിശപ്പിനൊക്കെ ഷഹ്വത്ത് എന്ന് പറയും. മാന്തി ഷഹ്വ, എനിക്കിപ്പോ ഭക്ഷണം കഴിക്കാനുള്ളൊരു കൊതി തോന്നണില്ല, അഥവാ അപ്പറ്റൈറ്റ് തോന്നണില്ല, അതിന് വരെ ഷഹ്വത്ത് എന്ന് പറയും. ആ ഷഹ്വത്ത് അതിര് വിടുമ്പോ, അതിന് നിയന്ത്രണം വെക്കാതെ അതിര് വിടുമ്പോ ഷഹ്വാനി, അവൻ മൃഗങ്ങളെ പോലെ അവന്റെ ഇച്ഛക്കനുസരിച്ച് അങ്ങനെ പോകുന്നവനാണ് എന്ന് പറയും. അത് തെറ്റാണ്. മറിച്ച് അള്ളാഹ് ഹലാലാക്കിയ കാര്യങ്ങളിൽ അയാൾ അയാളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനൊരു തെറ്റുമില്ല. മനുഷ്യൻ ആഗ്രഹമില്ല എന്നോ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ പാടില്ല എന്നോ അല്ല. ആഗ്രഹങ്ങൾ മനുഷ്യനുള്ളതാണ്, ഫിത്വരിയാണ്. വഹുവ മജ്ബൂലുൻ അലൈഹ. മനുഷ്യൻ ആ ജിബില്ലത്തോടു കൂടി, ആ തബിയത്തോടു കൂടി സൃഷ്ടിക്കപ്പെട്ടവനാണ്. പക്ഷേ അതിനൊരു നിയന്ത്രണം വേണം. ഭക്ഷണമാണ്, നിയന്ത്രണം വേണം. പാനീയങ്ങളാണ്, നിയന്ത്രണം വേണം. ഇനി അതല്ല, മറ്റാഡംബരങ്ങളാണ്, അതിനും വേണം. എല്ലാറ്റിനും നിയന്ത്രണം വേണം. കുലു വഷ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നോളി, കുടിച്ചോളി, പക്ഷെ അതിര് വിടരുത്. ഒന്നിനും അതിര് വിടാൻ പാടില്ല. അത് എല്ലാ കാര്യത്തിലും മിതത്വം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളതാണ്. വിലക്കിയതിലേക്ക് പോകാൻ പാടില്ല. കൽപ്പിച്ചത് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ആ അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ മിതത്വം പാലിക്കണം. അതിൽ നിങ്ങൾ അതിര് വിട്ടു പോകരുത്. ഇത്രയും കാര്യങ്ങളുള്ളൂ. അപ്പൊ മാ തശ്തഹീഹിൽ അൻഫുസ്, നഫ്സ്, അൻഫുസ്, മനസ്സ്, ആത്മാവ്, നമ്മുടെ മനസ്സുകൾ ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന കാര്യങ്ങൾ സ്വർഗത്തിലുള്ളത്. വതലദ്ദുൽ അഅ്യുൻ, അവിടെ വമാഫിഹ എന്നുള്ളതിനെ വീണ്ടും വിശദീകരിച്ചതാണ് കേട്ടോ. മിൻമ എന്ന് പറയുമ്പോ അവിടെ ഒരു മിന്ന് വന്നു. ആ മിന്ന് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ മിന്ന് ലിൽ ബയാൻ, മാ എന്ന് പറഞ്ഞതിനെ ബയാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിനെ ബയാൻ ചെയ്തപ്പോ മാ എന്നുള്ളത് വീണ്ടും അവിടെ മൗസൂല കൊണ്ടുവന്നു. ആ മൗസൂലിന്റെ സ്വലയായിട്ടാണ് തശ്തഹീഹി, ഇഷ്തഹ യഷ്തഹി, തശ്തഹി എന്നും സ്ത്രീലിംഗം എടുക്കാൻ കാരണമല്ല, അൻഫുസ് അതാണ് അതിന്റെ ഫാഇൽ എന്നതുകൊണ്ട്. വതലദ്ദുൽ അഅ്യുൻ, മനസ്സുകൾ കൊതിച്ചു പോകുന്നത്. വതലദ്ദുൽ അഅ്യുൻ, കണ്ണുകൾക്ക് ലദ്ദത്ത് കിട്ടുന്നത്. ലദ്ദത്ത് പറഞ്ഞാൽ ആസ്വാദനം. ആസ്വാദനത്തിനാണ് ലദ്ദത്ത് എന്ന് പറയാ, രുചി. തലദ്ദു അല്ല അഅ്യുൻ, കണ്ണുകൾക്ക് ഭയങ്കര ആസ്വാദനം കിട്ടുന്ന. മനുഷ്യന് പലതുമാണ്. ഭക്ഷണം കഴിച്ചാൽ കഴിക്കുമ്പോഴുള്ള രുചിയുണ്ട്, അത് കിട്ടുന്നതുണ്ട്. കണ്ണുകൊണ്ട് കണ്ടാൽ ഭയങ്കര രസമുള്ളതുണ്ട്. കാതുകൊണ്ട് കേട്ടാൽ അതിനേക്കാളധികം ഹരം പിടിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഇങ്ങനെ മനസ്സ് കൊതിച്ചു പോകുന്ന, കണ്ണിന് വലിയ ആസ്വാദനം ഉണ്ടാക്കി തരുന്ന കാര്യങ്ങൾ. ഹിയല്ലത്തി വഅദല്ലാഹ്, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ആരോട്? കുല്ല അവ്വാബിൻ, എല്ലാ അവ്വാബിയങ്ങളോടും, എല്ലാ ഓരോ അവ്വാബിനോടും അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. മാ തശ്തഹീഹിൽ അൻഫുസ് വതലദ്ദുൽ അഅ്യുൻ, അത് നിറച്ചിട്ടുള്ള സ്വർഗമാണ്. അൽ ജന്ന വമാ ഫീഹ. വമാ ഫീഹ എന്ന് പറഞ്ഞാൽ മാ തശ്തഹീഹിൽ അൻഫുസ് വതലദ്ദുൽ അഅ്യുൻ. ഇതാണ് അള്ളാഹിന്റെ വാഗ്ദാനം. ആരോട്? കുല്ല അവ്വാബിൻ, അവ്വാബിയങ്ങളോട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അരുത് എന്ന് പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ, അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മടങ്ങിപ്പോരുന്നവരാണ്. പോരാനുള്ള കാരണം എന്താണ്? അള്ളാഹുവിന്റെ അളമത്തും അവന്റെ ജലാലത്തും ഓർത്തിട്ടാണ് അവരതിൽ നിന്ന് മടങ്ങിയത്. ചിലരൊരു പക്ഷെ അത് ചെയ്ത് അബദ്ധത്തിൽ പൊട്ടുപോയിട്ടുണ്ടാവും, ഉടനെ തന്നെ മടങ്ങുന്നവരാകും. ചിലരത് കാണുമ്പോൾ തന്നെ അള്ളാഹിനെ ഓർത്തിട്ട് തിരിച്ചു പോരുന്നവരായിരിക്കും, അതിലേക്ക് അവർ കടക്കാത്തവരായിരിക്കും. എന്താണെങ്കിലും ശരി, അള്ളാഹിനെ അറിഞ്ഞ്
ആ ഖശിയത്തോടു കൂടി പോരുന്ന ആളുകളാണ്. ഐ അവ്വാബ് എന്ന് പറഞ്ഞാൽ റജ്ജാഇൻ ഇലല്ലാഹ്. അവ്വാബിന് ഇദ്ദേഹം കൊടുത്തിട്ടുള്ള, അഥവാ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം കൊടുത്തിട്ടുള്ള അർത്ഥം റജ്ജാഇ കുല്ല അവ്വാബിൻ ഐ റജ്ജാഇൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് പെട്ടെന്ന് മടങ്ങുന്ന ആളുകൾ, ധാരാളമായി മടങ്ങുന്ന ആളുകൾ. ഫി ജമീഇൽ ഔഖാത്ത്, എല്ലാ സന്ദർഭങ്ങളിലും മുഴു സമയങ്ങളിലും. അത് അള്ളാഹുവിലേക്ക് മടങ്ങാന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ കാണുകയാണെങ്കിൽ ഇത് എനിക്കിവിടെ പറഞ്ഞതല്ലല്ലോ, ഇതിൽ നിന്ന് ഞാൻ മാറി നിൽക്കണമല്ലോ, ഇതാരെങ്കിലും കാണൂല എന്നുള്ളതല്ല. ആര് കണ്ടാലും ആര് കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹു കാണും, അവൻ അറിയും, അത് രേഖപ്പെടുത്തും, എന്റെ ഏടുകളിൽ ഉണ്ടാകും, ഞാൻ കണക്ക് പറയേണ്ടി വരും. ഇതാലോചിച്ചിട്ട് അവൻ മടങ്ങുന്നു. അത് അള്ളാഹുവിലേക്ക് മടങ്ങുന്നു. ആ മടങ്ങുന്നതിന്റെ ലക്ഷണം അത് ബിദിക്രിഹി, അള്ളാഹിനെ ഓർമ്മിച്ചിട്ടാണ്. ദിക്ർ രണ്ട് രൂപത്തിൽ വരാം. മനസ്സിൽ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ വരും, അത് ദിക്റാണ്. ആ മനസ്സിൽ വരുന്ന ഓർമ്മ നാവിലൂടെ അത് ദിക്റുകളായിട്ട് കീർത്തനങ്ങളായിട്ട് ഉരുവിടുമ്പോൾ അതും ദിക്റാണ്. വഹുബ്ബിഹി, അള്ളാഹുവിലേക്ക് മടങ്ങുന്ന മറ്റ് ആ അള്ളാഹുവിലേക്കുള്ള റുജൂഉ ഇലല്ലാഹ്, അതിന്റെ മലാഹിറുകൾ. അള്ളാഹുവിലേക്ക് മടങ്ങുന്നവനാണ് എന്ന് പറഞ്ഞാൽ ആ മടക്കം അതെങ്ങനെയാണ് പ്രകടമാകുക? അതിന്റെ പ്രകടനം, അത് പ്രകടമാകുന്ന രീതി, അത് ഒളിവാകുന്ന രീതി, മലാഹിറുകൾ ബിദിക്രിഹി, മനസ്സുകൊണ്ടും നാവുകൊണ്ടും അവനെ ഓർക്കുന്നതിലൂടെയാണ്. വഹുബ്ബിഹി, അവനെ സ്നേഹിക്കുന്നതിലൂടെയാണ്. വലിസ്തിആനതി ബിഹി, അവനോട് സദാ ദുആ നടത്തുന്ന, സഹായം ചോദിക്കുന്നതിലൂടെയാണ്. വദുആഇഹി, അവനോട് പ്രാർത്ഥിക്കുന്നതിലൂടെയാണ്. വഖൗഫിഹി, അവനെ ഭയപ്പെടുന്നതിലൂടെയാണ്. വറജാഇഹി, അവനിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതിലൂടെയാണ്. ഇതെല്ലാം മലാഹിർ അർറുജൂഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടങ്ങുന്നവനാണ് ഈ അടിയാൻ. ഒരടിയാൻ അള്ളാഹുവിലേക്ക് മടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആ മടക്കെങ്ങനെ കാണുക? അയാൾ ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങോട്ട് നടക്കണേ നമ്മൾ കാണുമോ? അങ്ങനെയല്ല. ആ മടക്കം, അതിന്റെ മദ്ഹർ, അതിന്റെ ശക്ല്, അതിന്റെ രൂപം, അതിന്റെ അത് പ്രകടിപ്പിക്കുന്ന രൂപം പ്രകാരം എങ്ങനെയെന്ന് ചോദിച്ചാൽ ബിദിക്രിഹി ഇമ്മാ ബിൽ ലിസാനി വ ഇമ്മാ ബിൽ ഖൽബ് വഹുബ്ബിഹി വലിസ്തിആനതി ബിഹി, അള്ളാഹിനോട് സഹായം ചോദിച്ചുകൊണ്ടായിരിക്കും. വദുആഇഹി, അള്ളാഹിനോട് ദുആ ചെയ്തിട്ടായിരിക്കും. വഖൗഫിഹി, അള്ളാഹിനെ ഭയപ്പെട്ടിട്ടായിരിക്കും. വറജാഇഹി, അള്ളാഹുവിൽ റജാ വെച്ച് പുലർത്തിയിട്ടായിരിക്കും. അങ്ങനെയുള്ള എല്ലാ ഹഫീദ്, എല്ലാ അവ്വാബുകൾക്കും അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗവും സ്വർഗത്തിലുള്ള ആരും മോഹിച്ചു പോകുന്ന, ഏത് കണ്ണുകളും ആസ്വദിക്കാവുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ അവ്വാബുകൾക്ക് അള്ളാഹു ഒരുക്കിയിട്ടുള്ളത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. അവ്വാബുകൾ മാത്രല്ല, ഹഫീലിൻ ലികുല്ലി അവ്വാബിൻ, അവ്വാബായിട്ടുള്ളവര്, ഹഫീലായിട്ടുള്ള ആളുകൾ. ഹഫീൽ എന്ന് പറഞ്ഞാൽ ഐ എന്ന് വെച്ചാൽ യുഹാഫിളു അലാ മാ അമറല്ലാഹു ബിഹി, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ വീഴ്ച കൂടാതെ പരിപാലിച്ചു പോരുന്ന ആളുകളാണ്. ഹാഫള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ തന്നെ ചെയ്താൽ പോരാ. അള്ളാഹ് കൽപ്പിച്ച കാര്യം ഒരിക്കൽ ചെയ്തു, പിന്നെ 4 വട്ടം ലംഘിച്ചു, അങ്ങനെയല്ല. അവൻ കൽപ്പിച്ച കാര്യങ്ങൾ മുടക്കം കൂടാതെ പരിപാലിച്ചു പോരുന്ന ആ മെയിന്റനൻസ് വേണം. ഒരിക്കൽ തന്നെ ചെയ്താൽ പോരാ, അത് തെറ്റാതെ, മുറ തെറ്റാതെ പരിപാലിച്ചു പോരണം. ആ പരിപാലനം, മലയാളത്തിൽ മുഹാഫളത്തിന് പറയാവുന്നത് പരിപാലനം എന്നാണ്. അള്ളാഹ് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ പരിപാലിക്കണം. നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഇന്ന് നിസ്കരിച്ചു, പിന്നെ ഒരാഴ്ചയല്ല, പിന്നെ അടുത്ത ആഴ്ചയിൽ ഒരു ദിവസം നിസ്കരിച്ചു, പിന്നെ 2-3 ആഴ്ചയല്ല, അങ്ങനെയല്ല. നമസ്കരിക്കാൻ അവൻ പറഞ്ഞാൽ ആ നമസ്കാരം ആ പറഞ്ഞ സന്ദർഭങ്ങളിൽ ഒന്നും വീഴ്ച വരുത്താതെ കൃത്യമായി പരിപാലിച്ചു തന്നെ പോകണം. അതുകൊണ്ടാണ് ഹാഫിദു അലസ്വലാ, നമസ്കാരം നിങ്ങൾ പരിപാലിക്കണം എന്നാണ് അതിന് മലയാളത്തിൽ പറയാം. അത് റെഗുലറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിനാണ് മുഹാഫളത്ത് എന്ന് പറയുന്നത്. അലാമ അമറല്ലാഹു ബിഹി, അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ പരിപാലിക്കണം. അത് ബിംതിസാലിഹി, അവ അനുസരിച്ചുകൊണ്ടാണ് അവയെ മുഹാഫളത്ത് നടത്തേണ്ടത്. അത് പരിപാലിക്കേണ്ടത് അനുസരിച്ചുകൊണ്ടാണ്.
അലാ വജ്ഹിൽ ഇഖ്ലാസ്, അവൻ കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ പരിപാലിക്കുന്നു, അനുസരിച്ചുകൊണ്ട് അത് നിലനിർത്തിപ്പോരുന്നു, പരിപാലിക്കുന്നു. അത് തന്നെയും അലാ വജ്ഹിൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ രൂപത്തിലുമാണ്. അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. വൽ ഇഖ്ലാസ് ഹുവ ഇഫ്റാദുൽ ഇബാദത്തി ലില്ലാഹി വഹ്ദ. ഇഖ്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥത എന്ന് മലയാളത്തിൽ അർത്ഥം പറഞ്ഞെങ്ങാണ്ട് ആർക്കും തിരിയാണ്ടായി പോണ്ട. എന്ത് ആത്മാർത്ഥത എന്ന് വെച്ചാൽ അറിയില്ല, ആത്മാർത്ഥത എന്ന് പറയാനേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ തിരിയാത്ത എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് രക്ഷപ്പെട്ടിട്ട് കാര്യമില്ല. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ആ കാര്യം അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹ്ക്ക് സമർപ്പിക്കണം, വേറെ ആർക്കും കൊടുക്കരുത് ഒരു അംശം പോലും. 2, ആ കാര്യം അള്ളാഹ്ക്ക് സമർപ്പിക്കുമ്പോൾ അതിൽ മറ്റെന്തെങ്കിലും അവന്റെ തൃപ്തി, അവന്റെ വജ്ഹ് കാണുക, അവന്റെ പ്രതിഫലം നേടുക, അവന്റെ വജ്ഹ് കാണുക എന്നതല്ലാത്ത ഒരു ലക്ഷ്യം അതിൽ കലരാതിരിക്കുക. കളങ്കങ്ങൾ, പങ്കങ്ങൾ, കലർപ്പുകൾ അതിൽ ചേരാതിരിക്കുക. പലതരത്തിലുള്ള കലർപ്പും വരാം. ചിലപ്പോൾ റിയാ വരാം, ചിലപ്പോൾ സുംഅത്ത് വരാം, ചിലപ്പോൾ ദിക്റ് വരാം, ചിലപ്പോൾ ദുന്യാവിന്റെ നേട്ടങ്ങളാകാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളാകാം. ഇങ്ങനെയുള്ള ഒന്നും, ഒരു തെറ്റായ ഒരു ലക്ഷ്യം അതിലേക്ക് വരരുത്. ഏകമായ ലക്ഷ്യം അള്ളാന്റെ വജ്ഹ് കാണണം, അള്ളാന്റെ പ്രതിഫലം കിട്ടണം, അവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം, അവന്റെ തൃപ്തി നേടണം, അവന്റെ വജ്ഹ് കാണണം. ഈ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്തതാകണം. അത് അവന് മാത്രം കൊടുത്തതുമാകണം. അല്ലാത്തവർക്ക് അതിൽ നിന്നൊരു അംശം കൊടുത്താൽ അത് ശിർക്കായി, ഇഖ്ലാസിനെതിരായി. ഇഖ്ലാസ് അത് നഖലത്തു മിൻ അസ്ലിഹി, അത് അടിമുടി തകർന്നു പോയി. രണ്ടാമത് അള്ളാഹ്ക്ക് മാത്രം കൊടുത്താൽ മാത്രം പോരാ, ആ കൊടുക്കുമ്പോൾ അതിന്റെ കെടുതികളായിട്ടുള്ള റിയാ, സുമ്മത്ത്, ദിക്റ്, ത്വലബുദ്ദുന്യ പോലെയുള്ള എന്തെങ്കിലും പങ്കങ്ങൾ, എന്തെങ്കിലും കലർപ്പുകൾ അതിലേക്ക് ചേരാനും പാടില്ല. അപ്പോഴാണ് ഇഖ്ലാസ് പൂർണ്ണാകുന്നത്. അത് വൽ ഇക്മാലി ലഹു മാത്രമല്ല, ഇഖ്ലാസ് മാത്രമല്ല, ഇക്മാലി ലഹു, അത് പൂർണ്ണ രൂപത്തിൽ ചെയ്യണം. പൂർണ്ണ രൂപത്തിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ആ കാര്യം ചെയ്യാൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ചത്, ആ പഠിപ്പിച്ച രൂപത്തിൽ ഒട്ടും കൂടാതെ ഒട്ടും കുറയാതെ അത് കൃത്യമായി നബി ചെയ്തതുപോലെ ചെയ്യുമ്പോഴാണ് ഇക്മാല് വരുന്നത്. അതാണ് ഇഹ്സാൻ എന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, പൂർണ്ണ രൂപത്തിൽ അവരെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ ഇഹ്സാനാണ്. ആ ഇഹ്സാനാണ് ഇവിടെ ഇക്മാൽ കൊണ്ട് അല്ലാമത്തു സഅദി റഹിമഹുല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അല അക്മലിൽ വുജൂഹ്, അത് ഏറ്റവും പൂർണ്ണമായ രൂപങ്ങളിൽ അത് എങ്ങനെ നിർവഹിക്കാവുന്നതിൽ ഏറ്റവും പൂർണ്ണമായ രൂപത്തിലാണ്. അത് ഹഫീദുൻ ലിഹുദൂദിഹി, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഹദൂദുകൾ, അതിർത്തികൾ അത് കൃത്യമായി പാലിച്ചു കൊണ്ടുമായിരിക്കണം. ആ പരിധിന്റെ അപ്പുറത്തേക്ക് പോകരുത്. പിശാച് മനുഷ്യനെ പിടികൂടുന്നത് 2 രൂപത്തിലാണല്ലോ. ഒന്നുകിൽ മടിയന്മാരായ ആളുകളാണെങ്കിൽ, അവരെ ദീനില്ലാത്ത ആളുകളാണെങ്കിൽ അവരെ ഇറാദ് നടത്തിക്കും, അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകും. അതിനെതിരിൽ അതിനെ കളവാക്കുകയും അതിനെ നിഷേധിക്കുകയും ചെയ്യുന്നതിലേക്ക് എത്തിക്കും. അതിൽ നിന്നുള്ള ഇറാദും തെക്ദീബിലേക്കും എത്തിക്കും. അതിന് ചില ആൾക്കാരെ കിട്ടൂല. അവർക്ക് കുറച്ച് താല്പര്യം ഉണ്ടെങ്കിൽ അപ്പൊ അവരെന്ത് ചെയ്യും, അതിലങ്ങോട്ട് അവർക്ക് തതറുഫ് കൊടുക്കും, അവർക്ക് ഇസ്രാഫ് കൊടുക്കും, അവർക്ക് ഇഫ്രാത്ത് കൊടുക്കും. വീഴ്ചയല്ല, അവരന്ന് അതിര് കവിയ ചെയ്യുക. അങ്ങനെ ദീനിൽ അങ്ങോട്ട് അതിര് കവിയും. അങ്ങനെ അതിര് കവിയുന്ന രൂപത്തിൽ അതിരുകൾ ലംഘിക്കാൻ പാടില്ല. ഹഫീളുകളാകണം അവര്. ലാബുദ്ദ യഹ്ഫളു ഹുദൂദല്ലാഹ്, അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ള ഹുദൂദുകൾ അവർ പാലിക്കുക എന്നുള്ളത് അവർക്ക് നിർബന്ധമായി തീരുന്നു. ഇങ്ങനെ ഹുദൂദുകൾ പാലിച്ചിട്ടുള്ള ഹഫീളുകളായ അവ്വാബുകൾക്ക് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊരുക്കിയിട്ടുള്ളത്. സ്വർഗ്ഗം അത്ര എളുപ്പം കിട്ടൂല. ഈ പറഞ്ഞ 2 വാക്കുള്ളെങ്കിലും അതിലെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അള്ളാഹിന്റെ ചരക്കാണത്. അലാ വഹിയൽ ജന്ന, അത് വളരെ വിലപിടിപ്പുള്ളതാണ്, അത്ര പെട്ടെന്ന് കിട്ടൂല. അതിന് ജീവന്റെ വില കൊടുക്കണം, അതിന് രക്തത്തിന്റെ വിലയാണ്. അത് സ്വർഗാണ്. അത് കിട്ടണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ജീവൻ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ ജീവിതം അതിന് പാകപ്പെടുത്തിയേ പറ്റുള്ളൂ.
അതൊന്നുമില്ലാണ്ട് വെറുതെ പോണ കൂട്ടത്തിലൊന്ന് അങ്ങോട്ട് തലയാട്ടിയാൽ കിട്ടുന്ന ഒരു സംഭവം അല്ല സ്വർഗം. സ്വർഗം എന്ന് പറഞ്ഞാൽ അത്ര വില കെട്ടൊരു വസ്തു അല്ല. അത് അള്ളാഹു മുത്തഖീങ്ങളായ അവ്വാബിനും ഹഫീലുമായ ആളുകൾക്ക് വേണ്ടി അവൻ കരുതി വെച്ചിട്ടുള്ളതാണ്. അത് വളരെ വിലപിടിപ്പുള്ളതാണ്. അലാ ഇന്ന സുലത്തല്ലാഹി ഗാലിയ അലാ വഹിയൽ ജന്ന. അത് കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് ചെയ്യണം. അതിന് ഈ കാര്യം വേണം. ഒന്ന് അവ്വാബായിരിക്കണം, രണ്ട് ഹഫീലായിരിക്കണം. അവ്വാബും ഹഫീലും ആയിരിക്കണം. അതിൽ ഈ കാര്യങ്ങൾ എല്ലാം വിശദീകരിച്ചു. അത് ഇപ്പോ സഅദി പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഒന്നും കൂടെ നമ്മളിങ്ങനെ വായിച്ചു പോരുമ്പോൾ നമുക്ക് ഒരു പൂർണ്ണ ചിത്രം കിട്ടും. വൗസ്രിഫത്തിൽ ജന്നത്തു ഐ ഖുർരിബത്തിൽ ജന്നത്തു എന്നർത്ഥം. എത്രത്തോളം? ബിഹൈസു തുഷാഹദുൽ ജന്ന. ആ സ്വർഗത്തെ ആളുകൾക്ക് വീക്ഷിക്കാവുന്ന രൂപത്തിൽ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വയുള്ളറു മാഫിഹ, അതിലുള്ള കാര്യങ്ങൾ കണ്ണുകൊണ്ട് നോക്കിക്കാണാവുന്ന രൂപത്തിൽ. അതിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? മിനൻ നഈമിൽ മുഖീം, ഒരിക്കൽ പോലും നിലച്ചു പോകാത്ത നിലനിൽക്കുന്നതായ സുഖസൗകര്യങ്ങൾ, നഈമുകളാണ്. വൽ ഹബറത്തു വസ്സുറൂർ, ആഹ്ലാദം ഉണ്ടാക്കുന്ന ചേതോഹരമായ സന്തോഷകരമായ കാര്യങ്ങളാണ്. വൈന്നമാ ഉസ്രിഫത്ത് വഖുർരിബത്ത്, അത് അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്, അത് സമീപത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ലി അജലിൽ മുത്തഖീന ലി റബ്ബിഹിം, ആർക്ക് വേണ്ടിയിട്ടാണ്? ആരുടെ പേരിൽ? ആർക്ക് വേണ്ടിയാണ്? ലിൽ മുത്തഖീന ലി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ്. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവരെ കുറിച്ചുള്ള വിശേഷണം എന്താണ്? അവർക്കുള്ള നഅത്താണ് പറയുന്നത്. അത്താരിക്കീന ലിശ്ശിർക്ക് സ്വഗീരിഹി വകബീരിഹി, അവർ ശിർക്ക് വർജിക്കുന്നവരാണ്, ചെറുതും വലുതുമായ ശിർക്കുകൾ. അൽ മുംതസിലീന ലി അവാമിരി റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരാണ്. അൽ മുൻഖാദീന ലഹു, അവന് അള്ളാഹുവിന് വഴിപ്പെടുന്ന കീഴ്പ്പെടുന്ന ആളുകളാണവർ. വയുഖാലു ലഹും, അങ്ങനെയുള്ള ആളുകൾ അവരോട്, മുത്തഖീങ്ങളായ ആളുകളോട് പറയപ്പെടും. പറയുന്നത് അലാ വജ്ഹി തഹ്നിഅ, അനുമോദനത്തിന്റെ രൂപത്തിലാണ് അവരോട് പറയുന്നത്. ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്, നിങ്ങളുടെ മുന്നിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഈ സ്വർഗം, അടുപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്വർഗം, അത് മാ തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അത് ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ് അത് സൃഷ്ടിക്കപ്പെട്ടത്? ഇപ്പോൾ ഇവിടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ലികുല്ലി അവ്വാബിൻ ഹഫീദ്, എല്ലാ ഓരോ അവ്വാബിനു വേണ്ടി, ഹഫീദായ അവ്വാബിനു വേണ്ടിയുമാണ്. ഐ ഹാദിഹിൽ ജന്ന എന്ന് വെച്ചാൽ ഹാദിഹിൽ ജന്ന വമാ ഫിഹ, അതിലുള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ്? മിമ്മാ തശ്തഹീഹിൽ അൻഫുസ്, മനുഷ്യന്റെ മനസ്സുകൾ അത് കൊതിച്ചു പോകും. വതലദ്ദുൽ അഅ്യുൻ, മനുഷ്യന്റെ കണ്ണുകൾ അത് കണ്ടാൽ വല്ലാത്ത ഒരു ആസ്വാദനമായിരിക്കും കണ്ണുകൾക്ക്. അങ്ങനെയുള്ള അതിനു വേണ്ടിയാണ്. ഹിയല്ലത്തി വഅദല്ലാഹ്, ആ അങ്ങനെയുള്ളതായ ആ സ്വർഗമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തത്. ആർക്ക്? കുല്ല അവ്വാബിൻ, എല്ലാ ഓരോ അവ്വാബിനും. മൻഹുവൽ അവ്വാബ്, ആരാണ് ഈ അവ്വാബ്? ഐ റജ്ജാഇൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് വളരെ അധികം മടങ്ങുന്നവനാണ്. ഫി ജമീഉൽ ഔഖാത്ത്, സദാസമയങ്ങളിലും വളരെയധികം അള്ളാഹുവിലേക്ക് മടങ്ങുന്നവനാണ്. അത് അള്ളാഹുവിലേക്കുള്ള മടക്കം എങ്ങനെയാണ്? ആ മടക്കം ഉണ്ടാകുന്നത്, ആ മടക്കം കാണുന്നത്, അതിന്റെ മദ്ഹർ എന്താണ്, അതിന്റെ ശക്ൽ എന്താണ്, അത് പ്രകാശിതമാകുന്നത് എങ്ങനെയാണ്? ബിദിക്രിഹി, അവനെ സ്മരിച്ചുകൊണ്ടാകും. വഹുബ്ബിഹി, അവനെ സ്നേഹിച്ചുകൊണ്ടാകും. വല്ലിസ്തിആനത്തി ബിഹി, അവനോട് സഹായം തേടിയിട്ടാകും. അതുപോലെ തന്നെ വദുആഇഹി, അവനോട് ദുആ ചെയ്തിട്ടായിരിക്കും. വഖൗഫിഹി, അവനെ ഭയപ്പെട്ടിട്ടായിരിക്കും. വറജാഇഹി, അവനിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടായിരിക്കും. ഇങ്ങനെയൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന, സദാസമയവും മടങ്ങുന്ന, എപ്പോഴും മടങ്ങുന്ന അവ്വാബീങ്ങളായ ആളുകൾക്ക് വേണ്ടി അവനൊരുക്കിയിട്ടുള്ള സ്വർഗം ഇതാണ് എന്ന് പറഞ്ഞ് സ്വർഗം കാണിച്ചു കൊടുക്കും. ആ അവ്വാബീങ്ങളുടെ പ്രത്യേകത, അവർ അവ്വാബ് ഹഫീദും കൂടിയാണ്. ഹഫീദ് എന്ന് പറഞ്ഞാൽ അയ്യുഹാഫിദു അലാ മാ അമറല്ലാഹു ബിഹി, അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ പരിപാലിക്കുന്നവരാണ്. ബിംതിസാലിഹി, അവൻ കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നിട്ട് അത് അവർ കൊണ്ടുവരുന്നത് അലാ വജ്ഹിൽ ഇഖ്ലാസ്,
ഇഖ്ലാസിന്റെ രൂപത്തിലാണ്. അള്ളാഹ്ക്ക് മാത്രമായി അത് സമർപ്പിക്കുള്ളൂ, വേറെ ഒരു പങ്കാളിയും അവർ സ്വീകരിക്കൂല. അത് അള്ളാഹ്ക്ക് കൊടുക്കുമ്പോൾ അതിൽ തന്നെ മറ്റ് തെറ്റായ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ, പങ്കങ്ങൾ, കലർപ്പുകൾ അതിലേക്ക് ചേരൂല്ല. വല്ലിക്മാലിലഹു, ആ കാര്യങ്ങൾ അവർ ചെയ്യുന്നത് റസൂലുള്ള കാണിച്ചു തന്ന രൂപത്തിൽ, പൂർണ്ണ രൂപത്തിലുമായിരിക്കും. അല അക്മലിൽ വുജൂഹ്, അത് ചെയ്യാനുള്ള മാർഗങ്ങളിൽ ഏറ്റവും പൂർണ്ണമായ രൂപത്തിലാണ്. എങ്ങനെങ്കിലുമൊക്കെ തട്ടിപ്പടഞ്ഞ് ചെയ്തു പോവുക എന്നുള്ളതല്ല. ഹഫീളുൻ ലിഹുദൂദിഹി, അവരെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹുദൂദുകൾ അത് കൃത്യമായി പാലിക്കുന്നവരുമാണ്. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി വജാഅ ബിഖൽബിൻ മുനീബ്. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി വജാഅ ബിഖൽബിൻ മുനീബ്. അവരെ ആരാണ്? ഈ അവ്വാബ് എന്നുള്ളതാണ് കേട്ടോ അസ്ലു പദം. അവ്വാബിന് പിന്നെ ഒരു വിശേഷണം കൊടുത്തതാണ് ഹഫീദ്. പിന്നെ അതിന്റെ ഒരു വിശദീകരണമായിട്ടാണ് ഇവിടെ, സത്യത്തിൽ അതിനുള്ള ഒരു ബയാനാണ് ഇനി പറയുന്ന വാചകം. മൻ ഖശിയ റഹ്മാൻ, അവര് റഹ്മാനായ അള്ളാനെ ഭയപ്പെടുന്നതാരോ അവനാണ്. അവിടെ ഖശിയത്ത് എന്നുള്ള വാക്ക് വരുന്നുണ്ട്. ഖശിയത്തും ഖൗഫും തമ്മിൽ വ്യത്യാസമുണ്ട്. ഖശിയത്ത് കുറെ കൂടി ആഴമുള്ള ഒരു അർത്ഥമാണ് അതിന്. ഭയപ്പെടുക എന്ന് ഒരാൾക്ക് പറയും, പക്ഷെ രണ്ടും ഭയം തന്നെയാണ്. ഒരു സാധാരണ ഒരു മനുഷ്യൻ അള്ളാഹിനോട് ഭയപ്പെടുന്നു, ഒരു സൃഷ്ടി അള്ളാഹിനെ ഭയപ്പെടുന്നുവെങ്കിൽ ആമായ അർത്ഥത്തിൽ സാമാന്യേന അതിന് പറയുന്നത് ഖൗഫ് എന്ന് മാത്രമായിരിക്കും. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിയേണ്ട രൂപത്തിൽ അറിയുകയും അവന്റെ അസ്മാഉകൾ മനസ്സിലാക്കുകയും അവന്റെ സിഫാത്തുകൾ മനസ്സിലാക്കുകയും അവന്റെ അഫ്ആലുകൾ, അതിന്റെ മഹത്വം അറിയുകയും അവന്റെ ഹുഖൂഖുകൾ അതറിഞ്ഞ് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഡെപ്തിൽ പോകുന്ന ആളുകൾ, അവർക്കുണ്ടാകുന്ന ഭയം അറിഞ്ഞുകൊണ്ടുള്ള ഭയം ഒന്ന് വേറെയാണ്. ആ ഖൗഫ്, ആ ഖശിയത്ത് ആർക്കേ കിട്ടുള്ളൂ? ഖൗഫ് അള്ളാഹിന്റെ സൃഷ്ടികളിൽ അള്ളാഹിനെ അംഗീകരിക്കുന്ന മുഅ്മിനീങ്ങളായ ഏത് സാധാരണക്കാർക്കുണ്ടാകുന്നതിന് ഖൗഫ് എന്ന് പറയാമെങ്കിൽ, ഖശിയത്ത് എന്ന് പറയുന്നത് അള്ളാഹിനെ ഈ ഡെപ്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഉലമാക്കൾക്ക് ഈ ഖശിയത്ത് ഉണ്ടാകുള്ളൂ. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ, അവന്റെ അടിയാറുകളിൽ നിന്ന് ഈ ഡെപ്തിൽ ഭയപ്പെടുന്നത് ആരായിരിക്കും? അൽ ഉലമാ, അവനെ അറിയുന്ന ആലിമീങ്ങളാണ്. അതുകൊണ്ട് ഉലമാക്കളുടെ ഒരു ഇബാദത്ത് അല്ലാത്ത ആളുകളുടെ മറ്റൊരു ഇബാദത്തുമായി തട്ടിച്ചു നോക്കിയാൽ വലിയ അന്തരം ഉണ്ടാവും, വലിയ അന്തരം ഉണ്ടാവും. കാരണം ഇവരറിഞ്ഞ് ചെയ്യുന്നതാണ്, അതതിന്റെ ഡെപ്തിൽ പോയിട്ടാണ് അവർ ചെയ്യുന്നത്. മറ്റോലെന്ന് പറഞ്ഞാൽ അത്രത്തോളം അറിഞ്ഞവരല്ല, മനസ്സിലാക്കിയവരല്ല. അതിന് അതിൻ്റെതായ ഒരു ആഴമേ അതിനുണ്ടാവുള്ളൂ, അത് അത്രത്തോളമേ അത് സ്പർശിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ചെയ്യുന്നതിലുള്ള കൂടുതൽ എന്നുള്ളതല്ലല്ലോ, കർമ്മങ്ങൾ എത്ര കൂടുതൽ ചെയ്യുന്നു എന്നുള്ളതിനല്ലല്ലോ പരിഗണന. മറിച്ച് ആ ചെയ്യുന്ന കാര്യം അത് എത്രത്തോളം ഡെപ്തിൽ പോകാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അയ്യക്കും അഹ്സനു അമല, അള്ളാഹ് പരീക്ഷിക്കുന്നത് തന്നെ അവിടെയാണ്. അഹ്സനു അമല, അമല് അതിന്റെ പെർഫെക്റ്റ് വേല ആരും ചെയ്യുന്നു എന്നുള്ളതാണ് അള്ളാഹ് നോക്കുന്നത്. അല്ലാതെ അക്തറു അമല, അക്ബറു അമല, ആരാണ് ഏറ്റവും വലുത് ചെയ്തത്, ആരാണ് ഏറ്റവും കൂടുതൽ ചെയ്തത്, ഇതല്ല അള്ളാഹ് നോക്കുന്നത്. അബൂബക്കർ സിദ്ദീഖായത് അഫ്ളലു ഹാദിഹിൽ ഉമ്മ ആയിട്ടുള്ളത്, മറ്റു സഹാബിമാരൊന്നും ചെയ്യാത്ത കുറെ പുതിയ നിസ്കാരങ്ങൾ, പുതിയ നോമ്പുകൾ, പുതിയ തരം ദാനങ്ങൾ, ധർമ്മങ്ങൾ, ഇതൊന്നും അബൂബക്കർ സിദ്ദീഖിന് നബി പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. മറ്റെല്ലാ സഹാബിമാർക്കും കൊടുത്ത അതേ കൽപ്പനകൾ, അതേ വിലക്കുകൾ തന്നെ അബൂബക്കർ സിദ്ദീഖിന്റെ മുന്നിലും വെച്ചിട്ടുള്ളൂ. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹം അഫ്ളലായി അവരുടെ കൂട്ടത്തിൽ. കാരണം അത് മുസ്നി പറഞ്ഞതുപോലെ അത് അതിന്റെ ക്വാളിറ്റി നോക്കിയിട്ടാണ്. അത് ഹൃദയത്തിൽ അത് ഉറച്ചു പോയിട്ടുള്ള ആ വിശ്വാസദാർഢ്യത്തിന്റെ
ആ അറിവിന്റെ, വിശ്വാസം എന്ന് പറയുന്നത് അറിവാണല്ലോ, അറിവല്ലേ വിശ്വാസമാണത്, വിശ്വാസമല്ലേ യഖീനാണത്. ആ വിശ്വാസത്തിന്റെ ദാർഢ്യമായ യഖീനിന്റെ മികവിലാണ് അബൂബക്കർ അഫ്ളലു ഹാദിഹിൽ ഉമ്മയായി തീരുന്നത്. അപ്പോ ഒരാൾ അള്ളാഹനെ അറിഞ്ഞ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈ കെട്ടുമ്പോ അവിടെ ഉണ്ടാകുന്ന, അവിടെ അയാളുടെ മനസ്സിൽ വരുന്ന, അവിടെ അയാൾ മുഴുകുന്ന, അവിടെ അള്ളാഹുവിലേക്ക് അയാൾ അടുക്കുന്ന അടുപ്പം, അള്ളാഹുമായുള്ള ബന്ധത്തിന്റെ ഊഷ്മളമായ ഭാവം അതൊന്ന് വേറെയാണ്. അതുകൊണ്ട് ഖശിയത്ത് എന്നുള്ളത് വേറെ തന്നെ ഒരു സംഗതിയാണ്. അത് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റൂല. അത് ഇൽമിലൂടെ, ഈമാനിലൂടെ, യഖീനിലൂടെ നമുക്കതിലേക്ക് എത്തിപ്പെടാൻ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോ എന്ത് വേണമെന്ന് വെച്ചാൽ അതിന്റെ ആദ്യത്തെ പടി, അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൽമാണ്. ഇൽമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വഹയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്, വഹയിൽ നിന്ന് കിട്ടിയതാണ് ഇൽമ്. വഹയിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ, അത് ഏതെല്ലാം കാര്യങ്ങൾ എൻകംപാസ് ചെയ്യുന്നുണ്ട്, അത് കാര്യം ചെയ്യുന്നത് അബ്ദി റബ്ബഹു വദീനഹു വനബിയഹു. തോരൊന്നും കാര്യങ്ങളില്ല. തന്നെ സൃഷ്ടിച്ച തന്റെ റബ്ബിനെ അറിയണം, അറിയേണ്ട മുറപ്രകാരം. തനിക്ക് ആ റബ്ബ് കൊടുത്തു വിട്ടിട്ടുള്ള ദീനറിയണം, അതിന്റെ അഖ്ബാറുകളും അഹ്കാമുകളും അറിയണം. ആ ദീനുമായി നമ്മുടെ അടുക്കലേക്ക് വന്നിട്ടുള്ള നബിയെ റസൂലുള്ളാഹിനെ അറിയണം. ഈ 3 കാര്യങ്ങളാണ്. ഇതാണ് മഅരിഫത്ത്, ഇതാണ് അറിവ്. ഇത് വഹയിന്ന് കിട്ടുന്ന കാര്യമാണ്. അല്ലാതെ നമ്മൾ നേടുന്ന അറിവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്കില്ലാണ്, വൈദഗ്ധ്യമാണ്. എഞ്ചിനീയർ ഏത് ബ്രാഞ്ചാണോ അതിൽ മുമ്പ് സ്കില്ലുണ്ട്. ഡോക്ടർ അയാൾക്ക് അയാളുടെ ഫീൽഡിൽ സ്കില്ലുണ്ട്. അതൊന്നും അറിവ്, അതൊന്നും നോളജ് അല്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ തരത്തിലുള്ള ഇൻഫർമേഷനാണ്, സ്കില്ലാണ്, അത് വേറെ കാര്യമാണ്. അതൊക്കെ അവനവന്റെ കൂത്ത്, അവനവന് വേണ്ട ഭക്ഷണം നേടാൻ വേണ്ട പരിധിയോളം പിന്നെ അവൻ പഠിക്കുക, ശീലിക്കുക, അത് വെച്ചുകൊണ്ട് ജീവിച്ചു പോകുക എന്നല്ലാണ്ട് അത് പഠിച്ചാൽ തീരുന്നതുമല്ല. അവനവന് വേണ്ട, ചിലവരത് പഠിക്കും, ചിലവർ ഇത് പഠിക്കും, വേണ്ടത് പഠിക്കുക. എല്ലാവരും ആവശ്യമില്ലാത്ത കുറെ 10 വർഷം 20 വർഷം തലയിൽ കയറ്റേണ്ട കാര്യമല്ല. അവനാണ് ജീവിക്കാൻ വേണ്ടത് എന്താണോ അത് മാത്രം പഠിക്കുക. ബാക്കിയുള്ള സമയത്ത് മാരിഫത്തുൽ അബ്ദി റബ്ബഹു വദീനഹു വനബിയഹു, അള്ളാഹനറിയാൻ, അവന്റെ ദീനറിയാൻ, അവൻ നിയോഗിച്ച റസൂലിനറിയാൻ, ആ മാരിഫത്താണ്, ആ അറിവാണ്, അതാണ് ഈമാനാകുന്നത്. ആ അറിവാണ് ഈമാനായിട്ട് ബലപ്പെടുന്നത്. ആ ഈമാനാണ് യഖീനായിട്ട് വരുന്നത്. ആ യഖീന് മാത്രമേ മനുഷ്യന് ഗുണം ചെയ്യുള്ളൂ. ആ യഖീനിൽ നമ്മൾ അള്ളാഹിന്റെ മുന്നിൽ നിന്ന് നമസ്കരിച്ചാൽ, ആ യഖീനിൽ നമ്മൾ നോമ്പ് പിടിച്ചാൽ, ആ യഖീനിൽ നമ്മൾ ദാനധർമ്മങ്ങളും സക്കാത്തും കൊടുത്താൽ, ആ യഖീനിൽ ഹജ്ജോ ഉംറയോ ചെയ്താൽ, ആ യഖീനിൽ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ചെയ്താൽ അതിന്റെ ലെവലൊന്ന് വേറെ ആയിരിക്കും. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ്. അപ്പോ അത് അള്ളാഹിനെ ഒരാൾ ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, റഹ്മാനായ അള്ളാഹിനെ അയാൾ ഭയപ്പെടുന്നത് ബിൽ ഗൈബ്, ഗൈബിലാണ്. ഗൈബിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 രൂപത്തിൽ അവിടെ അർത്ഥം വരും. ഒന്ന്, അള്ളാഹിനെ അയാൾ കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആരും കണ്ടിട്ടല്ല, മുഅ്മിനീങ്ങൾ കണ്ടിട്ടല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ സ്ഥാപിച്ചു വെച്ചിട്ടുള്ള, പ്രപഞ്ചത്തിൽ സ്ഥാപിച്ചു വെച്ചിട്ടുള്ള ഓരോ മനുഷ്യന്റെയും ആത്മാക്കളിൽ, അവന്റെ ശരീരങ്ങളിൽ തന്നെ അള്ളാഹ് സ്ഥാപിച്ചു വെച്ചിട്ടുള്ള അവന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ, അവൻ അവതരിപ്പിച്ചിട്ടുള്ള അവന്റെ വചനങ്ങളിലൂടെ അള്ളാഹൻ അറിയുന്നു. ഈ 2 വഴിക്ക് അള്ളാഹൻ അറിയാണ്. അത് അറിയാണ്, അല്ലാതെ കാണുകയല്ല. അത് അള്ളാഹ് അദൃശ്യനാണ്, അള്ളാഹിനെ ഇവിടെ വെച്ചാരും കണ്ടതല്ല. അത് അള്ളാഹു അവനെ സൃഷ്ടിച്ചപ്പോൾ അവന്റെ പ്രകൃതിയിൽ തന്നെ അള്ളാഹു ഊട്ടിക്കൊടുത്തിട്ടുള്ള ആ ബോധം കൊണ്ടും, അതുപോലെ തന്നെ അവന്റെ സൃഷ്ടിപ്പിലും അവന് ചുറ്റുമുള്ള ഈ മഹാപ്രപഞ്ചത്തിലും അവൻ സ്ഥാപിച്ചു വെച്ചിട്ടുള്ള അവന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെയും, അവൻ കാലാകാലങ്ങളിൽ അമ്പിയാക്കളിലൂടെ, ഗ്രന്ഥങ്ങളിലൂടെ അവൻ കൊടുത്തിട്ടുള്ള ആ വചനങ്ങളിലൂടെയും അവൻ അള്ളാഹുവിനറിയുന്നു. അത് ഗൈബിലുള്ളൊരറിവാണ്. ആ ഗൈബ് ഷഹാദത്തിനേക്കാളും വലിയ തെളിച്ചാണ്. നേരെ കണ്ണോണ്ട് കാണുമ്പോഴുള്ള അതേ തെളിച്ചാണ്. ആ തെളിച്ചെന്ന് പറഞ്ഞാൽ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അല്ലാഹ്
നീ അള്ളാനെ നിന്റെ മുന്നിൽ കണ്ണുകൊണ്ട് കണ്ടാൽ എങ്ങനെ ഇബാദത്ത് ചെയ്യുന്നുവോ ആ നിലക്ക് ഇബാദത്ത് ചെയ്യാൻ നിന്നെ അത് പ്രാപ്തമാക്കും. അതാണ് അറിവിന്റെ പ്രത്യേകത. അറിവ് അത്രത്തോളം എത്തിയാൽ, അത് യഖീൻ അത്രത്തോളം എത്തിയാൽ, ഇഹ്സാനിന്റെ ദർജയിലേക്ക് ഒരു മനുഷ്യൻ കയറിയാൽ മുന്നിൽ അള്ളാനെ കണ്ടാൽ ചെയ്യുന്ന രൂപത്തിലാക്കി ഇബാദത്ത് ചെയ്യാൻ പറ്റും. ആ അവസ്ഥയിലാണ് നമ്മൾ പലപ്പോഴും സഹാബത്തിന്റെ ഒക്കെ ചരിത്രം കേൾക്കുമ്പോൾ അവർക്ക് അവരുടെ ശരീരത്തിൽ തറച്ചുപോയ അമ്പ് അവർ പറിച്ച് നിസ്കരിക്കുന്ന സമയത്താണ്. കാരണം അവർ ഈ അമ്പിന്റെ വേദന പോയിട്ടുണ്ട്. അവര് അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്തിലാണ്. പിന്നെ ബാക്കി മറ്റ് പരിസരങ്ങൾ അവർ മറക്കുകയാണ്. അവിടെ അത് വലിച്ചെടുത്താൽ പോലും അവർ അറിയണില്ല. എന്തോന്ന് സംഭവിച്ചു, അത്ര ഉണ്ടാവുള്ളൂ. അതാ ലെവലിലേക്ക് എത്തുമ്പോഴാണ് ഖശിയർ റഹ്മാന ബിൽ ഗൈബ്. അങ്ങനെ ഗൈബിയായ നിലക്ക് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ ഖശിയർ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ്. അവർ വന്നത് ബിഖൽബിൻ മുനീബ്. അവരുടെ ഹൃദയത്തിൽ അതാണ് ഇനാബത്തുള്ള ഹൃദയമാണ്. ഇനാബത്ത് ഞാൻ നേരത്തെ തന്നെ വിശദീകരിച്ചല്ലോ. ഇനാബത്ത് മുനീബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇനാബത്ത് വരുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ കൊണ്ട് അവർക്ക് ഹയാ ആണ്. അല്ല, ഹയാ ശുഅബത്തും മിനൽ ഈമാൻ. അവർക്ക് ഖജലാണ്. അവര് വേറെ ആരുമില്ല. അവന്റെ റൂമിൽ തനിച്ചാണ്. പക്ഷെ ഒരു മഅസിയത്തിന്റെ വിഷയം വരുമ്പോൾ അവൻ ഖജൂൽ യസ്തഹ്യി മിനല്ലാഹ്. അതാ ഖശിയത്തിലുള്ള ഖശിയത്ത് വരണമെങ്കിൽ ഇൽമു വേണം. ഇൽമു കൂടി അത് ഈമാനാകണം, അത് യഖീനാകണം. അപ്പൊ ഖശിയത്ത് വരും. ആ ഖശിയത്ത് വരുമ്പോൾ അവൻ അള്ളാന്റെ കാര്യം ഓർക്കുമ്പോൾ യസ്തഹ്യി മിനല്ലാഹ് വയസ്തഹ്യി മിൻ മലായികതി. അള്ളാഹിനെ കുറിച്ച് ഹയായിലാണ്, അവന്റെ മലക്കുകളെ കുറിച്ച് ഹയായിലാണ്. അവൻ തനിച്ചാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കൂല. വേണ്ടാത്തയിലേക്ക് അവന് പോകാൻ കഴിയില്ല. അവൻ വന്നത് ബിഖൽബിൻ മുനീബ്. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബി വജാഅ ബിഖൽബിൻ മുനീബ്. നമുക്ക് അടുത്ത ആഴ്ച തുടരാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.